യുഡിഎഫിന്റെ രണ്ടാം ഘട്ട സീറ്റ് ചർച്ചകൾ എൽഡിഎഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. എകെജി സെന്ററിൽ 3 മണിക്കാണ് യോഗം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് യോഗം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സംബന്ധിച്ചും യോഗം ചർച്ച നടത്തുന്നുണ്ട്. രാജ്യസഭാ സീറ്റിലേക്കുള്ള എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. എൽഡിഎഫിന് വേണ്ടി സിപിഎമ്മിലെ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പത്രിക സമർപ്പിക്കും. സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ് സോമപ്രസാദ്. യുഡിഎഫിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി എ.കെ. ആന്റണിയും ജനതാദളിൽ നിന്ന് വീരേന്ദ്രകുമാറും പത്രിക സമർപ്പിക്കും. നിയമസഭാ സെക്രട്ടറി പി.ഡി. ശാർങ്ധരൻ മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകുക. എൽഡിഎഫ് സ്ഥാനാർത്ഥി ഉച്ചയ്ക്ക് 2-നും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകവുമാണ് പത്രികകൾ നൽകുന്നത്. ഈ മാസം 21-നാണ് തെരഞ്ഞെടുപ്പ്. മലപ്പുറം വണ്ടൂരിൽ യുഡിഎഫിലെ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. 8 പഞ്ചായത്തുകളുള്ള നിയോജക മണ്ഡലത്തിൽ 5 എണ്ണത്തിലും നിലവിൽ യുഡിഎഫ് സംവിധാനം ഇല്ല. സമവായ ശ്രമങ്ങളോട് മുസ്ലിം ലീഗ് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കത്തിന്റെ കേന്ദ്രമാണ് വണ്ടൂർ നിയോജക മണ്ഡലം. 8 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ 5 എണ്ണത്തിലും ഇരു പാർട്ടികളും ചേരിതിരിഞ്ഞു നിൽക്കുന്നു. വണ്ടൂർ, മമ്പാട്, തുവ്വൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് പേരിനെങ്കിലും യുഡിഎഫ് സംവിധാനമുള്ളത്. ഇരു പാർട്ടികളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ചതോടെ പകുതി പഞ്ചായത്തുകളും യുഡിഎഫിന് നഷ്ടമായിരുന്നു. കരുവാരക്കുണ്ടിൽ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയും ചോക്കാട് ലീഗ് വിരുദ്ധ മുന്നണിയും പഞ്ചായത്ത് ഭരിക്കുന്നു. രമ്യതയിൽ എത്താതിരുന്നാൽ മണ്ഡലം നഷ്ടമാവുമെന്ന് ഉറപ്പായതോടെയാണ് നേതൃത്വം ഇടപെടുന്നത്. സമവായ ശ്രമങ്ങളോട് മുസ്ലിം ലീഗ് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. അത് യോജിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എല്ലാ അർത്ഥത്തിലും മുഴുവൻ കോൺഗ്രസ്സുകാരെയും രംഗത്തിറക്കും. തിരിച്ച് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലും ലീഗിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നീക്കം ഉണ്ടാവും. സംവരണ മണ്ഡലം കൂടിയായ വണ്ടൂർ മലപ്പുറത്തെ ആകെയുള്ള 4 കോൺഗ്രസ് മണ്ഡലങ്ങളിലൊന്നാണ്. എ.പി. അനിൽകുമാർ ജയിച്ച മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. കാലുവാരലും തമ്മിൽ തല്ലും തുടർന്നാൽ മലപ്പുറത്ത് മേൽവിലാസം നഷ്ടപ്പെടുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗ് വഴങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ യുഡിഎഫ് വീണ്ടും സംശയിക്കുന്നവരുടെ മുന്നണിയായി മാറും. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ.ടി. സ്വാലിഹ്. സോളാറും ബാറും അടക്കമുള്ള യുഡിഎഫ് സർക്കാരിന്റെ അഴിമതി പ്രധാന പ്രചരണ വിഷയമായി ഉയർന്ന മന്ത്രി എം.കെ. മുനീറിന്റെ കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം. സ്വന്തം പാളയത്തിലെ പടയും അടിയൊഴുക്കുകളും പ്രതിരോധിക്കാൻ മന്ത്രി എം.കെ. മുനീർ വികസന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടുന്നതായി മേഘമാധവൻ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി എംഎൽഎയ്ക്കൊപ്പം മന്ത്രിയുടെയും സാന്നിധ്യമുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ എം.കെ. മുനീർ കോഴിക്കോടിന്റെ ഒരേയൊരു മന്ത്രിയാണ്. തന്റെ പ്രവർത്തന കാലയളവിൽ മന്ത്രി എന്ന നിലയ്ക്കും എംഎൽഎ എന്ന നിലയ്ക്കും നടത്തിയ വികസന പ്രവർത്തനങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് അതേ മണ്ഡലത്തിൽ ഡോക്ടർ എം.കെ. മുനീർ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ആശ്വാസകിരണം, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നേഹപൂർവ്വം പദ്ധതി, ജനസഭകൾ വിളിച്ച് ഓരോ സ്ഥലത്തും ആവശ്യമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കും. എന്നാൽ കോഴിക്കോട് സൗത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തെക്കേപ്പുറം മേഖലയിൽ എല്ലാ തരത്തിലും മന്ത്രി എം.കെ. മുനീർ വലിയ പരാജയമാണെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. മന്ത്രിയുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ചാലപ്പുറം റോഡിന്റെ ദയനീയ അവസ്ഥ, ഒപ്പം തന്നെ കുറ്റിച്ചെറിയുടെ വികസനം കോൺക്രീറ്റ് തൂണിലും വൈറ്റ് വാഷിലും മാത്രം ഒതുക്കിയെന്നതും വോട്ടർമാരുടെ പരാതിക്ക് ഇടയാക്കുന്നുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനം നടത്തുകയാണ്. അതിന് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്, അത് ആര് ഭരണാനുമതി കിട്ടിയോ, ഇതൊന്നും പരിശോധിക്കുന്നില്ല. 2007-ൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ 4 ഇടപാടുകളിൽ അന്നത്തെ സർക്കാർ മുനീറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതടക്കം കേസുകൾ. ഈ പ്രതിച്ഛായയെല്ലാം മങ്ങൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും വികസനങ്ങളുടെ പട്ടിക നിരത്തിയാവും വീണ്ടും ഈ മണ്ഡലത്തിൽ മുനീർ അംഗം കുറിക്കുക. ഒരിക്കൽ ഒപ്പം നിന്ന മണ്ഡലത്തിൽ വീണ്ടും ഒരു അംഗത്തിനു കൂടി തയ്യാറെടുക്കുമ്പോൾ മണ്ഡലം കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് മന്ത്രി കൂടിയായ എം.കെ. മുനീർ. എന്നാൽ വിജിലൻസ് കേസ് ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ലീഗിൽ എന്നും വ്യത്യസ്തനായി നിന്ന CHന്റെ മകനെ വീണ്ടും മണ്ഡലം തുണയ്ക്കുമോ? കാത്തിരുന്ന് കാണാം. കുണ്ടറയുടെ മുഖഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതിയാണ് കുണ്ടറ ടെക്നോ പാർക്ക്. ആയിരങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്ന പദ്ധതി. എന്നാൽ 800 കോടിയുടെ പദ്ധതി പ്രതിപക്ഷ എംഎൽഎയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് ഉദാഹരണമായി നവീകരണം ലക്ഷ്യം കാണാതെ കിടക്കുന്നുവെന്ന് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു.
മണ്ഡലത്തിലെയും ജില്ലയിലെ ആകെയുമുള്ള യുവതി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് VS സർക്കാരിന്റെ കാലത്ത് ടെക്നോ പാർക്ക് 1000 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 800 കോടി രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന 5-6 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടങ്ങളിൽ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 5 വർഷം കുണ്ടറ ടെക്നോ പാർക്കിനെ മറന്നു. ഈ ടെക്നോ പാർക്ക് എന്ന ആധുനിക വ്യവസായത്തെ കൊല്ലം ജില്ലയിലേക്ക് കൊണ്ടുവന്നത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം, താങ്കൾ പറഞ്ഞതുപോലെ ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഈ സ്ഥാപനത്തെ ഒരിഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ഗവൺമെൻറ് തയ്യാറായില്ല. വ്യവസായ വകുപ്പ് മന്ത്രി ഇങ്ങനൊരു സമയം എടുക്കാനുള്ള കാരണം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ബോധപൂർവ്വം അദ്ദേഹം ചെയ്യുന്നതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ടെക്നോ പാർക്ക് സാധ്യമാകുന്ന നിലയിലേക്ക് ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 15,000 പേർക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ചെറുപ്പക്കാർക്ക് അഭ്യസവിദ്യരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. ആ 15,000 പേര് ഇവിടെ വന്ന് തൊഴിലെടുത്തിരുന്നെങ്കിൽ ഈ പ്രദേശത്തിന് കുണ്ടറയ്ക്കും മുക്കടയ്ക്കും ഈ അടുത്ത സമീപ പഞ്ചായത്തുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് നമ്മൾ കണ്ടു നോക്കണം. ഇത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം ആളുകൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും തൊഴിൽ കിട്ടത്തക്ക രൂപത്തിലേക്കും ഈ സ്ഥാപനം മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. 15,000 പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട ടെക്നോ പാർക്കിൽ ഇന്ന് വെറും 86 പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത്. 10 വർഷം മുമ്പ് വലിയ വികസന സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയതാണ് കുണ്ടറ ടെക്നോ പാർക്ക്. കഴിഞ്ഞ 5 വർഷം പോയതറിഞ്ഞില്ല. ഇപ്പോഴും വെറും 86 പേർ മാത്രമാണ് ഇവിടെ പണിയെടുക്കുന്നത്. 10,000 പേർക്ക് ജോലി നൽകേണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ ദുർഗതിയാണ് നമ്മൾ ഈ കാണുന്നത്. സുപ്രധാനമായ വാർത്തയിലേക്ക് പോകുന്നു. സ്വകാര്യ സംരംഭങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ. ഇതിനായി വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങളും ഉത്തരവും പുറപ്പെടുവിച്ചു. വ്യക്തികൾക്കും സംരംഭകർക്കും ഭൂമി കൈമാറുന്നത് പാട്ട വ്യവസ്ഥയിലാണ്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ വലിയ തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വലിയ ഒരു ഉത്തരവ്, ചട്ടങ്ങൾ പോലും ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം. ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, വ്യാപകമായ തോതിൽ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ രീതിയിൽ ക്രയവിക്രയം നടത്തിക്കൊണ്ടാണ് സർക്കാർ പല ഉത്തരവുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. സ്വകാര്യ സംരംഭങ്ങൾക്ക് ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. ഉത്തരവിൻ്റെ പകർപ്പ് പീപ്പിളിന് ലഭിക്കുകയും ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാനാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭൂമി വിലക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകാനും നീക്കമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൂഷ്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമുക്കറിയാം പൊതുസംരംഭങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ പൊന്നും വിലയ്ക്ക് ഭൂമി സർക്കാർ ഏറ്റെടുക്കാറുണ്ട്. അതായത് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് പൊതുജനങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാരിന് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്വകാര്യ വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടോ അത്തരത്തിൽ സർക്കാരിന് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവാം. അതിന് ഓരോ വകുപ്പുകൾ കൂട്ടുനിൽക്കുകയാണ് എങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമിരിക്കുന്ന കണ്ണായ സ്ഥലത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം വിട്ടുകൊടുക്കേണ്ട ഗതികേടിലേക്ക് പൊതുജനങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ്, സ്വകാര്യ വ്യക്തികൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് 30/1/2016 പുറത്ത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യനാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറുന്ന ഭൂമി, വ്യാവസായിക ആവശ്യത്തിനായി സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് വ്യക്തികൾക്ക് കൈമാറുക. ഇതിൽ സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയാണ് ഏറ്റവും അധികം ദോഷം ചെയ്യുക. മറ്റുള്ളതൊക്കെ സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമിയാണ്. പക്ഷേ സർക്കാർ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കണ്ടുവച്ചുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് തങ്ങളുടെ കണ്ണായ ഭൂമി അല്ലെങ്കിൽ തങ്ങളുടെ വസ്തു വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തഫലം. ഈ ഉത്തരവ് ഇറക്കുന്നതിന് വേണ്ടി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റിയും ഈ പദ്ധതി നടപ്പാക്കുന്നതിന് അല്ലെങ്കിൽ
ഈ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏത് ആവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഗോഡൌൺ, ഫുഡ് കോർട്ട്, ഹോട്ടൽ, പമ്പുകൾ തുടങ്ങി 30 വർഷത്തേക്കാവും ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. പാട്ടക്കരാർ ലംഘിച്ചാൽ പാട്ടക്കരാർ പാലിക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത 30 വർഷത്തേക്ക് കൂടി ഇത്തരത്തിൽ പാട്ടം പുതുക്കി നൽകും എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ കരാർ റദ്ദാക്കി ഭൂമി തിരികെ പിടിക്കും എന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പാട്ടക്കരാറിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉൽപ്പാദനം തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കരാർ റദ്ദാക്കുമെന്നും ഏതാണ്ട് 35ഓളം പേജ് വരുന്ന ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഇത്തരത്തിൽ പല നീക്കങ്ങളും സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പല കുൽസിത നീക്കങ്ങളും നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ സംരംഭങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതിലൂടെ ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ ഭൂമി നഷ്ടമാകുന്ന സാഹചര്യം, അതും ലഭ്യമായ വില അല്ലെങ്കിൽ യഥാർത്ഥ വിപണി വിലയേക്കാൾ ചിലപ്പോൾ ഒരുപക്ഷെ താഴ്ത്തി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭൂമി നൽകേണ്ട വന്നാൽ സർക്കാർ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അത് ഏറ്റെടുക്കും. അത്തരത്തിൽ വിലപേശി ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിൽ സർക്കാരിൻ്റെ പല രീതിയിൽ പല വകുപ്പുകളിൽ നിന്നും ഭീഷണിയിലൂടെ അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഈ ഉത്തരവിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. സൗമ്യ, ദിനകർ, ഒരുപക്ഷെ ദിനകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തിരക്കിട്ട് നടത്തിയ സർക്കാരിൻ്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മെത്രാൻ കായൽ കടമക്കുടി വിഷയത്തിൽ 2008 തണ്ണീർത്തട നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു സർക്കാർ നീക്കം നടത്തിയത്. ഈ ഒരു വിഷയത്തിലും ഇത്തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് വ്യക്തമല്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ നിയമങ്ങൾ അനുശാസിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വലിയ തിരുത്ത് ഉണ്ടാക്കുന്നു, പുതിയ ഉത്തരവ് കൊണ്ടുവരുന്നു, പുതിയ നിർദ്ദേശങ്ങൾ കൂടുതലായി ആഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ, ഇതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു മെത്രാൻ കായൽ, അതോടൊപ്പം തന്നെ കടമക്കുടിയിലെ നെൽവയൽ നികത്താനുള്ള സർക്കാരിൻ്റെ തീരുമാനം. അത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കോടതിയുടെ സ്റ്റേ വന്നതിനും പുറമെ പിൻവലിക്കേണ്ട ഒരു ഗതികേടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്ന പശ്ചാത്തലം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് എല്ലാ നിയമങ്ങളും പാലിച്ചാൽ പോലും അത് അവിടെ അത്തരത്തിലുള്ള പദ്ധതികൾ, ടൂറിസം പദ്ധതിയായാലും ഹോസ്പിറ്റലായാലും നടത്താൻ കഴിയുകയില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഇന്നലെ വ്യക്തമാക്കി. ദിനകർ, തിരികെ എത്താം. ഇപ്പോൾ ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി സർക്കാർ പ്രത്യേകിച്ച് ഭൂമി വിഷയങ്ങളിലൊക്കെ തന്നെ എടുക്കുന്ന നിലപാടുകൾ വ്യക്തമായതാണ്. ഹൈക്കോടതി പോലും ഒരു ചോദ്യശരത്തിന് മുൻപിൽ സർക്കാരിനെ നിർത്തിയ ഒരു ഘട്ടം പോലും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വകാര്യ സംരംഭങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്നും ഭൂമി എടുത്തുകൊണ്ട് ഈ സ്വകാര്യ സംരംഭങ്ങൾക്ക് നൽകുക എന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുകയാണ്. അതിനായി ഉത്തരവിറക്കി, ഒപ്പം തന്നെ ചട്ടങ്ങൾ എല്ലാം മറിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത്. ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, അതെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏറ്റവും അവസാനം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു കടും വെട്ട്, ഞങ്ങളെ മലബാറിലെ മലയോര മേഖലയിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ഇവിടെ കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഈ കടും വെട്ട്, അതായത് റബ്ബറിന്റെ അവസാന ഘട്ടം വരുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നും കിട്ടുന്ന പാല് മുഴുവൻ വെട്ടിയെടുത്ത് ഊച്ചിയെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാത്ത നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ, ജനവിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ കുറച്ച് ദിവസക്കാലം ഒരുപാട് ഓർഡറും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളത്. അതിലാണ് ഭൂമിയുടെ പ്രശ്നം ഇപ്പോൾ ഉയർന്നു പോകുന്നത്. അത് വളരെ ശക്തിയായിട്ട് ഉയർന്നു വരികയും കോടതി ഇടപെടുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ, അതും നാശംകെട്ട നിലയിലാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിൻവലിച്ചത്. ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് പിൻവലിച്ചു എന്ന് പറയുന്നത് നാണം കെട്ട രീതിയിലാണ്. അതിനെ ന്യായീകരിക്കുക, എന്നിട്ട് ന്യായീകരിച്ചിട്ട് എന്നാലും ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിക്കുന്ന നിലയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ വ്യവസായം ആരംഭിക്കുന്നതിന് പ്രൈവറ്റ് ഉടമകൾക്ക്, അതായത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് വ്യവസായം ആരംഭിക്കുന്നതിന് പാവപ്പെട്ട കൃഷിക്കാരന്റെയും പാവപ്പെട്ട മനുഷ്യന്മാരുടെയും ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് അവസാനത്തെ കടുംവെട്ടിന്റെ ഭാഗമായി ഉണ്ടായ നിരവധി തീരുമാനങ്ങൾ എന്നാണ്
ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത തീരുമാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അഴിമതി, അതിന്റെ ഭാഗമായിട്ടുള്ള തെറ്റായ നിലപാടുകൾ ഈ സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. അതുകൊണ്ട് മാധ്യമങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, ഇവിടെ നമ്മൾ ഈ മെത്രാൻ കായൽ കടമക്കുടി വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ ഒരു സാധുതയ്ക്ക് വേണ്ടി കളക്ടറുടെ പക്കൽ നിന്നും ഒരു തെറ്റായ റിപ്പോർട്ട്, കളക്ടറെ കൊണ്ടൊരു തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. മന്ത്രിമാരുടെയൊക്കെ വലിയ എതിർപ്പൊക്കെ പലരുടെയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അബദ്ധത്തിൽ ഫയൽ കൈമാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്ന മന്ത്രിയെ നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ട് ആ വിഷയത്തിൽ പോലും. അത് സമാനമായ രീതിയിൽ വേണ്ട ഇതിനെയും കാണാൻ. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തായാലും ഒക്കെ ഭൂമി ഏറ്റെടുക്കൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായ നിയമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ തന്നെയാകാം ഇവിടെയും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത്, വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഇപ്പോ മെത്രാൻ കായൽ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് കളക്ടറുടെ ഓർഡർ അല്ലെങ്കിൽ കളക്ടറുടെ ഒരു തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പറഞ്ഞ് വെറുതെ പറയുന്നതാണ്. കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയതല്ല, കളക്ടറെ കൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചതാണ്. അങ്ങനെ കളക്ടറെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ്, അവരെല്ലാം കൂടി ചേർന്ന് ആലോചിച്ചുകൊണ്ടാണ് 378 ഏക്കർ ഭൂമി തികച്ചും കായൽ നികത്തുന്നതിന് വേണ്ടിയിട്ട് അനുവാദം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ കടമക്കുടി ഭൂമിയും. അവിടെ യഥാർത്ഥത്തിൽ ആശുപത്രി പ്രൊജക്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ആളുകളെ ഒരു പുകമുറയുടെ മുന്നിൽ അങ്ങോട്ട് നിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട നെൽവയലുകൾ നികത്താൻ വേണ്ടിയിട്ടാണ്. മുമ്പ് അതിശക്തിയായ സമരം നടത്തി. ഞാൻ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ അതിശക്തിയായിട്ട് സമരം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കടമക്കുടി ഏറ്റവും അവസാനം ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ നിരവധി മുതലാളിമാർക്ക് വേണ്ടി അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഭൂമി പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ചെറിയ ചുറുവിലക്ക് വാങ്ങി, ഗവൺമെന്റ് ആണല്ലോ, ഗവൺമെന്റ് തന്നെ ചുറുവിലക്ക് വാങ്ങി ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തെ ശക്തിയായിട്ട് ജനങ്ങൾ എതിർക്കും. അതുപോലെ തന്നെ ജനകീയ മനസ്സ് അതിന് അനുകൂലമല്ല. കാരണം ഇവിടെ ഈ കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ ജനസാന്ദ്രത വളരെ കൂടുതലുള്ളത്, ഭൂമിയുടെ ലഭ്യത എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് നമ്മുടെ പച്ചപ്പ് മുഴുവൻ തകർത്ത്, കൃഷിഭൂമി മുഴുവൻ തകർത്ത് അവിടെയെല്ലാം വലിയ കോൺക്രീറ്റ് വനങ്ങളാക്കി രൂപപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ്. ഈ കോൺക്രീറ്റ് വനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ റിയൽ എസ്റ്റേറ്റ് ആണ്. വ്യവസായം എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് വ്യവസായത്തെ പറ്റിയല്ലേ, ഒരു വ്യവസായമല്ല ഇതിന് പിന്നിലുള്ളത്, റിയൽ എസ്റ്റേറ്റ് ആണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക കൈമാറിയാൽ കിട്ടാൻ സാധ്യതയുള്ള ഭൂമി ഏറ്റെടുത്ത് വ്യവസായത്തിന്റെ പേരിൽ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. 2013 തൊട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ്. അതെ, മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നികത്തിയത് ഉൾപ്പെടെയുള്ള ഭൂമി, ആ നികത്തപ്പെട്ട ഭൂമിക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആളുകളിൽ നിന്ന് വാങ്ങി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി കുറവാകുമല്ലോ. ഗവൺമെന്റ് ആണല്ലോ ഫോർഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ ഇത് ഭൂമാഫിയക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ ഭാഗം തന്നെയാണ് ഭൂമിയുടെ പേരിലും വ്യവസായത്തിന്റെ പേരിലും ഒക്കെ ഈ UDFന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലുള്ള മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വരുന്നത് മുഴുവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന അർത്ഥത്തിലാണ്. കോടിക്കണക്കിന് ഉറുപ്പികളെ വലിയ അഴിമതിയുടെ ഒരു വലിയ ചിത്രമാണ്, ചുരുളാണ് അഴിയാൻ പോകുന്നത്. അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ മാധ്യമങ്ങളും മുമ്പോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് പൊതുവെ. തിരികെ എത്താം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. അഡ്വക്കേറ്റ് BRM ഷഫീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ BRM ഷഫീർ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മെത്രാൻ കായൽ വിഷയത്തിലൊക്കെ തന്നെ സർക്കാരിനെ കോടതി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്വകാര്യ സംരംഭങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സർക്കാർ കൊടുക്കുക എന്ന ഒരു ഉത്തരവിലേക്കാണ്. കേവലം ഒരു ദല്ലാളിന്റെ പണിയിലേക്ക് സർക്കാർ ചുരുങ്ങുകയാണ്. അതിനുമപ്പുറത്തേക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്ന വലിയ അപകടങ്ങൾ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു നീക്കം എങ്ങനെ അംഗീകരിക്കാനാകും ശ്രീ ഷഫീർ? ഇപ്പോ സ്വകാര്യ സംരംഭങ്ങൾ ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിന് അങ്ങനെ ചെയ്യാമെന്ന് പിന്നെ ചട്ടങ്ങളും വകുപ്പുകളും ഉണ്ട് എന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് അറിയാം.
ഇവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ മെത്രാൻകായലിന്റെ ഇഷ്യൂ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. മെത്രാൻകായൽ ഇഷ്യൂ എന്ന് പറയുന്ന മെത്രാൻകായൽ ഉൾപ്പെടുന്ന പ്രദേശം സ്വകാര്യ കുട്ടികൾക്ക് വാങ്ങിക്കൂട്ടാനുള്ള അനുവാദം കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്താണ്. അവിടെ നിന്ന് കർഷകർ 20 ഏക്കർ ഒഴിച്ച് ബാക്കി 458 പരം ഏക്കർ സ്ഥലം എടുത്തുകൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്താണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുത്തുകൊണ്ട് പ്രോജക്ട് അംഗീകരിച്ച് 248/2010 നമ്പരായി ഗവൺമെന്റ് ഉത്തരവിറക്കിയത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്താണ്. നമ്മൾ അതൊക്കെ നേരത്തെ ചർച്ച ചെയ്താണല്ലോ ശ്രീ ഷഫീർ. ഇതിലേക്ക് വന്നാൽ ഇതിൽ വലിയൊരു അപകടകരമായ ഒരു വിഷയമില്ലേ? പറയട്ടെ, വർഷങ്ങളായി അവിടെ പാടശേഖരത്തിൽ പിന്നെ അവസാനമായിട്ട് കൃഷി ഇറക്കിയത് 2007 ഇടതുപക്ഷ ജനാധിപത്യ കാലത്താണ്. അതാണ് മെത്രാൻകായലിന്റെ ഇഷ്യൂ. 2, കടമക്കുടിയിൽ ശ്രീ കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ 47 ഏക്കർ സ്ഥലം മെഡിക്കൽ സിറ്റിക്ക് വേണ്ടി പതിച്ചു കൊടുത്തത് സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ഷഫീർ. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തപ്പെട്ട സാംസ്കാരിക സംഘടനകളും ഉത്തരവാദിത്തപ്പെട്ട മതസംഘടനകളും നിയമാനുസൃത മാർഗത്തിലൂടെ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ ഗവൺമെന്റ് പരിഗണിച്ചു. ജില്ലാ കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാവുന്ന എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല, മുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ ഭൂമിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പരിഹരിക്കും. അത് സർക്കാരും പാർട്ടിയും അവിടെ ശ്രീ ഷഫീർ സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമി ഇല്ലാതെ അവർക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാതെ നിസ്സഹരായി നിൽക്കുന്ന സർക്കാരാണ് ഇങ്ങനെ സ്വകാര്യ സംരംഭങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി എടുത്തു കൊടുക്കുമെന്ന് പറയുന്നത്. സൗമ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോ പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കൈരളി പീപ്പിൾ ചാനൽ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്തായി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ പുറകിൽ പ്രസ് ക്ലബിന്റെ അടുത്തായി ഒരു ജോയിന്റ് കൗൺസിലിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ 9.5 സെന്റ് സ്ഥലം, ഏകദേശം 17 കോടിയിൽ പരം രൂപ വരുന്ന 9.5 സെന്റ് സ്ഥലം CPIയുടെ പിന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിലിന് പതിച്ചു കൊടുത്തത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അവസാന കാലത്താണ്. ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞങ്ങൾ പറയുന്നത് KPCC VM സുധീരൻ സാർ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ശക്തമായ പ്രതികരണങ്ങളും ചർച്ചകളും ആവശ്യമാണ് എന്ന് തന്നെയാണ് KPCCയുടെ നിലപാട്. പക്ഷേ ഇതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്തും ഇതുപോലെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്വകാര്യ സംരംഭങ്ങൾ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആലപ്പുഴ ജില്ലയിൽ പാതിരാമണൽ ദ്വീപ്, ആ പാതിരാമണൽ ദ്വീപ് ലക്ഷങ്ങളുടെ കണ്ടൽക്കാടുകളായി കിടക്കുന്ന പരിസ്ഥിതി ദുർബല പ്രദേശമായ പാതിരാമണൽ ദ്വീപ് ഒബറോയിയുടെ ഗ്രൂപ്പിന് പതിച്ചു കൊടുത്ത് അവിടെ മാള് പണിയാനുള്ള അനുവാദം കൊടുത്തത് പഴയ നയനാർ സർക്കാർ. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്, ക്ഷമിക്കണം ശ്രീ ഷഫീർ. ശ്രീ എം ഗോവിന്ദ മാസ്റ്റർ, വളരെ വേഗം ഷഫീറിന്റെ ഒരു ന്യായീകരണത്തോട് മറ്റു കാര്യങ്ങളിലെല്ലാം നേരത്തെ തന്നെ CPM ആയാലും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്വകാര്യ സംരംഭങ്ങൾക്കായി ഈ വിധത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല, പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും എന്നാണ് ശ്രീ ഷഫീർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ന്യായീകരണം സഹതാപം അർഹിക്കുന്നില്ല. കാരണം ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന സമീപനവും ഒന്നും പൂർണ്ണമായിട്ട് യോജിച്ചു വരുന്നതല്ല. ഈ ഗവൺമെന്റിന്റെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 2 സെന്റ് 5 സെന്റ് അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തു എന്നുള്ളതല്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമാഫിയകൾക്ക് വേണ്ടി, റിയൽ എസ്റ്റേറ്റ് നടത്തുന്നതിന് വേണ്ടി 100 കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വ്യവസായത്തിന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അടൂർ ഉൾപ്പെടെയുള്ള ആ മേഖലയിലാണ്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലയിൽ ഭൂമി കൊടുത്തതിനൊരു കണക്ക് കൃത്യമായിട്ട് വരും. 100 കണക്കിന് ഏക്കറല്ലേ കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരായിട്ട് 25 ഏക്കറ, 10 ഏക്കറ, 18 ഏക്കറ, 15 ഏക്കറ ഒക്കെ കൊടുത്തിരിക്കുന്ന വാർത്തയല്ലേ ഇന്നലെ കണ്ടത്. അപ്പോ ഒരുപാട് ഭൂമി ഈ കേരളത്തിൽ ഈ ഭൂമാഫികൾക്ക് വേണ്ടി കീഴടങ്ങി വമ്പിച്ച സാമ്പത്തികമായ രീതിയിലുള്ള താല്പര്യം വെച്ചുകൊണ്ട് കൈമാറിയിട്ടുണ്ട്. അത് വ്യവസായത്തിന്റെ പേരിലായാലും അതുപോലെ തന്നെ മെഡിസിറ്റിയുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും.